അമേരിക്കയ്ക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇറാൻ. ആ സാഹചര്യത്തിൽ പല ഭാഗത്തു നിന്നും വാഷിംഗ്ടണിന് മുന്നറിയിപ്പും നൽകുകയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഇറാനിയൻ മിസൈലുകൾ ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സഖ്യകക്ഷികൾ വാഷിംഗ്ടണിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഇറാനിയൻ മിസൈലുകൾ മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നു. മേഖലയിലുടനീളമുള്ള സൈനിക താവളങ്ങളും സൈനിക കേന്ദ്രീകരണവും ഉൾപ്പെടെയുള്ള US ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ പ്രാപ്തമാക്കുന്ന പ്രധാന കഴിവുകൾ ഇറാൻ ഇപ്പോഴും കൈവശം വെച്ചിട്ടുണ്ടെന്ന് പേർഷ്യൻ ഗൾഫ് സഖ്യകക്ഷികൾ US-ന് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ മിസൈൽ സേനയ്ക്ക് നാശനഷ്ടം ഉണ്ടായതായി അവകാശപ്പെട്ടിട്ടും പ്രോഗ്രാമിന്റെ പ്രധാന ഘടകങ്ങൾ കേടുകൂടാതെ ഇരിക്കുകയാണെന്നും ചില കഴിവുകൾ പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും പേർഷ്യൻ ഗൾഫിൽ ഒരു US സഖ്യകക്ഷി നടത്തിയ വിലയിരുത്തൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്ന പേർഷ്യൻ ഗൾഫിലെ 1 ഡസനിലധികം US സൈനിക താവളങ്ങളിലെത്താൻ കഴിവുള്ള ഹ്രസ്വദൂര മിസൈലുകൾ, ലോഞ്ചറുകൾ, മിസൈൽ നിർമ്മാണ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗങ്ങൾ എന്നിവ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് വിലയിരുത്തൽ. സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ ഇറാൻ ഫലപ്രദമായ പ്രതികാര ആക്രമണങ്ങൾ നടത്തുമെന്ന വാഷിംഗ്ടണിലെ ആശങ്കകൾ ഈ കണ്ടെത്തലുകൾ അടിവരയിടുന്നു. ഇറാനെതിരായ ആക്രമണത്തിന് പിന്തുണ നൽകില്ലെന്ന് പേർഷ്യൻ ഗൾഫിലെ US സഖ്യകക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇറാനെതിരായ പ്രവർത്തനങ്ങൾക്കായി US സേനയെ അവരുടെ പ്രദേശമോ വ്യോമാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദി അറേബ്യയും പറഞ്ഞു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിനു ശേഷം ടെഹ്റാൻ മിസൈൽ നിർമ്മാണം ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്നും നിരവധി കേടായ ലോഞ്ചറുകൾ നന്നാക്കിയിട്ടുണ്ടെന്നും ഇറാഖിൽ താമസിക്കുന്ന മുൻ ഇറാനിയൻ നയതന്ത്രജ്ഞൻ അമീർ മൗസവി പോസ്റ്റിനോട് പറഞ്ഞു. ചില വിക്ഷേപണ സംവിധാനങ്ങൾ പർവ്വത പ്രദേശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇത് അവയെ ലക്ഷ്യം വെക്കാനുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിൽ ആയിരക്കണക്കിന് മീറ്റർ ഉയരമുള്ള പർവ്വതങ്ങളുണ്ട്. ഈ ശേഷികളിൽ എളുപ്പത്തിലെത്തി അവയെ നശിപ്പിക്കുക സാധ്യമല്ല. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ആയുധ ശേഖരം ഇറാന്റെ കൈവശമാണെന്ന് തായർ മാർഷൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥനായ ഡേവിഡ് ഡിസ് റോച്ചസ് ചൂണ്ടിക്കാട്ടി. പേർഷ്യൻ ഗൾഫ് സഹകരണ കൗൺസിലിലെ രാജ്യങ്ങൾക്ക് ലഭ്യമായ മൊത്തം ഇന്റർസെപ്റ്റർ മിസൈലുകളേക്കാൾ കൂടുതൽ മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും സംയോജിപ്പിച്ചിട്ടില്ലെന്നും പ്രാഥമികമായി പരിമിതമായ സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ അവ സാച്ചുറേഷൻ ആക്രമണങ്ങൾക്ക് ഇരയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടൺ തങ്ങളുടെ പ്രാദേശിക സാന്നിധ്യം വികസിപ്പിക്കുന്നത് തുടരുമ്പോൾ ഇറാന്റെ സൈനിക നിലപാട് US തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. ഇറാനിൽ അടുത്തിടെ ഉണ്ടായ സാമ്പത്തിക പ്രതിഷേധങ്ങളെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. വിദേശ പിന്തുണയുള്ള കലാപകാരികൾ ഈ പ്രതിഷേധങ്ങൾ പെട്ടെന്ന് കൈയടക്കി. കലാപകാരികളോട് സംസ്ഥാന സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും സഹായം ഉടൻ വരുന്നുവെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും പിന്നീട് അദ്ദേഹം തന്റെ വാക്കുകൾ മാറ്റി. ചർച്ചകളിലേക്ക് മടങ്ങാനും ഒരു ആണവ കരാറിലെത്താനും ടെഹ്റാനെ പ്രേരിപ്പിച്ചു. ഇറാനെതിരെ അമേരിക്ക ആരംഭിക്കുന്ന ഏതൊരു യുദ്ധവും ഒരു പ്രാദേശിക യുദ്ധമായി മാറുമെന്ന് ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക ഏറ്റുമുട്ടലിന്റെ ഭീഷണികൾ ഉയർന്നിട്ടും ഇറാനും US-ഉം തമ്മിലുള്ള ചർച്ചകൾക്കുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ശനിയാഴ്ച പറഞ്ഞു. പ്രാദേശിക സുരക്ഷ എന്ന വ്യാജേന US സെൻട്രൽ കമാൻഡ് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും സൈനികരും മേഖലയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സംഘർഷം ഉയർന്ന നിലയിൽ തുടരുകയാണ്. ഏതൊരാക്രമണത്തിനും വേഗത്തിലും ശക്തമായും മറുപടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.